ഹരിചന്ദനം എന്ന ഒറ്റ സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് സുജിത ധനുഷ്. പരമ്പരയിലെ ഉണ്ണുമായ എന്ന കഥാപാത്രം മിനിസ്ക്രീൻ പ്രേക്ഷകർ ഇന്നും ഓർത്തിരിക്കുന്നു. മോഡേൺ വേഷങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തനി നാടൻ ശൈലിയിലായിരുന്നു സുജിത എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത്. തിരഞ്ഞെടുത്ത കഥാപാത്രങ്ങളും അത്തരത്തിൽ തന്നെയായിരുന്നു. നടി മീര ജാസ്മിന്റെ മുഖഛായുള്ള നടി എന്ന പേരിലാണ് തുടക്കകാലത്ത് സുചിത്ര അഭിനയ രംഗത്ത് അറിയപ്പെട്ടത്. ഹരിചന്ദനം എന്ന സീരിയലിൽ അഭിനയിക്കുമ്പോൾ ഇക്കാര്യം സുജിതയോട് പറഞ്ഞതിനെ കുറിച്ച് നടനും നിർമ്മാതാവുമായ ദിനേശ് പണിക്കർ അടുത്തിടെ സംസാരിച്ചിരുന്നു. എല്ലാവരും ഇക്കാര്യം തന്നോട് പറയാറുണ്ടെന്നാണ് സുജിത ഇതിനോട് പ്രതികരിച്ചത്. ഇപ്പോഴത്തെ ഭർത്താവിനെ കുറിച്ചും വിവാഹത്തെ കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് സുജിതയും ഭർത്താവ് ധനുഷും. ഒരു ജ്വല്ലറിയുടെ പരസ്യം ചെയ്യുമ്പോഴാണ് സുജിതയെ പരിചയപ്പെട്ടത്. തങ്ങൾക്ക് ഒന്നിച്ച് യാത്ര ചെയ്യേണ്ടി വന്നിരുന്നുവെന്നും അന്നാണ് തനിക്ക് സുജിതയോട് ഇഷ്ടം തോന്നിയതെന്നും ധനുഷ് പറയുന്നു. പരസ്യത്തിനു വേണ്ടി ധനുഷ് വിളിച്ചപ്പോൾ താൻ പ്രതിഫലം പറഞ്ഞിരുന്നുവെന്നും അത് കേട്ട് സിനിമാ താരത്തെ പോലെ പ്രതിഫലം വാങ്ങുന്നു എന്ന് പറഞ്ഞുവെന്നും എന്നാൽ വേറെ ആളെ നോക്കിക്കോ എന്ന് താൻ ധനുഷിനോട് പറഞ്ഞിരുന്നുവെന്നും സുജിത ഓർക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാണ് ധനുഷിന്റെ വീട്ടിൽ നിന്നും വിവാഹാലോചന വന്നത്. തന്റെ വീട്ടുകാർക്ക് അത് ഇഷ്ടമായി എന്നും 3 മാസത്തിനുള്ളിൽ വിവാഹ നിശ്ചയവും അത് കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ വിവാഹവും കഴിഞ്ഞുവെന്നും സുജിത പറയുന്നു. ഭർത്താവ് താൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാറുണ്ടെന്നും സുജിത വ്യക്തമാക്കി. 3 സീരിയലുകൾ താൻ ഒരു സമയം ചെയ്യുമായിരുന്നു. അത് കുറച്ച് ഒരു സീരിയൽ ചെയ്യാൻ നിർദ്ദേശിച്ചത് ഭർത്താവാണ്. നല്ല സമയമെല്ലാം ആസ്വദിക്കാൻ തുടങ്ങിയത് വിവാഹശേഷമാണ്. കുട്ടി ജനിച്ച ശേഷം 2 വർഷം ബ്രേക്ക് എടുത്തു. ജീവിതത്തിലെ നല്ല സമയങ്ങൾ തനിക്ക് ആസ്വദിക്കാൻ പറ്റിയെന്നും സുജിത വ്യക്തമാക്കി. തന്റെ സഹോദരിക്ക് പയ്യനെ നോക്കേണ്ട സമയമായി. എന്റെ ചേട്ടൻ ആ സമയത്ത് കുറച്ച് തിരക്കിലായി. ജോലിയുടെ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. അച്ഛൻ ചെറിയ പ്രായത്തിലെ മരിച്ചതാണ്. ചേട്ടനാണ് ആ സ്ഥാനത്തുണ്ടായിരുന്നത്. ചേട്ടന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഞാനന്ന് വിവാഹിതയാണ്. എന്റെ വീട്ടിൽ അച്ഛന്റെ സ്ഥാനത്തും അനിയത്തിക്ക് ചേട്ടന്റെ സ്ഥാനത്തും എന്റെ അമ്മയ്ക്ക് മകന്റെ സ്ഥാനത്തു നിന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയത് അദ്ദേഹമാണ്. ഭർത്താവിനെ കുറിച്ച് അഭിമാനം തോന്നിയ സമയമാണ് അതെന്ന് സുജിത പറയുന്നു. തന്റെ ഭർത്താവ് ഇല്ലായിരുന്നുവെങ്കിൽ ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്തേനെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഇദ്ദേഹം എന്റേതാണ് എന്ന് തോന്നിയതെന്നും താരം വ്യക്തമാക്കി. സിനിമാ ലോകത്ത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും സീരിയൽ രംഗത്ത് തരംഗം സൃഷ്ടിച്ച നടിയാണ് സുജിത. തമിഴിലും തെലുങ്കിലും മലയാളത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ സുജിതയ്ക്ക് സീരിയലുകളിൽ നിന്ന് ലഭിച്ചു. കാണാക്കിനാവ്, ദേവി മഹാത്മ്യം, ഹരിചന്ദനം തുടങ്ങിയവയാണ് സുജിതയുടെ ജനശ്രദ്ധ നേടിയ മലയാളം സീരിയലുകൾ. തമിഴിലാണ് നടി കൂടുതൽ സീരിയലുകൾ ചെയ്തത്. സുജിതയുടെ സഹോദരനാണ് സംവിധായകൻ സൂര്യകിരൺ. നിരവധി സിനിമകൾ സംവിധാനം ചെയ്ത സൂര്യകിരൺ വിവാഹം ചെയ്തത് നടി കാവേരിയെയാണ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷത്തിനുള്ളിൽ ഇരുവരും വേർപിരിഞ്ഞു. അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഇതേക്കുറിച്ചും സുജിത സംസാരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.